ഒരിക്കലും മറ്റൊരാളെ കൊല്ലുക എന്നതുണ്ടാകാൻ പാടില്ല. വേറൊരു സംഗതിയാണ് സിഹർ. സിഹർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാൻ എനിക്കറിയില്ല. മാരണപ്രവർത്തനം എന്ന് പറയുന്നതാണ്. ഇവിടെ എന്താ പറയാ? സിഹർ. ചില വിവരമില്ലാത്ത ജനങ്ങൾ അവർക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടാകുന്നുണ്ടാവും. പിന്നെ ഉണ്ടാകില്ല. ഏതെങ്കിലും ഒരാളോട് ഒരു വെറുപ്പുണ്ടെങ്കിൽ അത് തീർക്കാൻ, അല്ലെങ്കിൽ പക തീർക്കാൻ ഏതെങ്കിലും സിഹർ ചെയ്യുന്ന മനുഷ്യന്മാരെ പോയി കണ്ടി അവരെ മനുഷ്യന്മാരോട് കൂട്ടണ്ടേ? അത്ര വലിയ ശൈത്താന്മാർ സിഹർ ചെയ്യുന്നവർ. കാരണം ശൈത്താനെ കൂട്ടിപ്പിടിച്ച് നടക്കുന്നവരാണ് സിഹർ ചെയ്യുന്നവർ. ശൈത്താന്മാർ അവരെ സ്വാധീനിക്കാൻ വേണ്ടി, ശൈത്താനെ സ്വാധീനിക്കാൻ വേണ്ടി, അതുപോലെ നക്ഷത്രങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തി, അല്ലാഹു പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ നടത്തി. അതിന്റെ പേരിൽ ശൈത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ കയറി ദ്രോഹങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നേരത്തെ രോഗമില്ലാത്ത ചിലപ്പോൾ രോഗം. അതേപോലെ സാമ്പത്തികമായി തകർന്നു പോകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശൈത്താനിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന പ്രവർത്തനം, അതിന്റെ പേരാണ് സിഹർ. ആ സിഹർ എന്ന് പറയുന്ന തെറ്റ് സുബ്ഹാനല്ലാഹ് 7 വൻകുറ്റങ്ങൾ പറഞ്ഞതിൽ എണ്ണിയ ഒരു തെറ്റാണ് സിഹർ. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനും സിഹർ ചെയ്യൂല, സിഹർ ചെയ്യാൻ പാടില്ല. എന്തിനധികം പറയണം, സിഹർ ചെയ്യുന്നവനെ കൊന്നുകളയാൻ വരെ പരിശുദ്ധ ഇസ്ലാമിൽ നിയമമുണ്ട്. അതിന്റെ നിയമങ്ങളൊക്കെ പാലിക്കണം കേട്ടോ. നമ്മൾ പോയി കൊല്ലാന്നല്ല, അതെല്ലാം അങ്ങനെ തന്നെയല്ലേ. വ്യഭിചാരി നമ്മൾ പോയി മുറിക്കലാം. അതുപോലെ കട്ടവന്റെ കൈ മുറിക്കാമെന്ന് പറഞ്ഞതിന്റെ നമ്മൾ പോയി മുറിക്കലാം. നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അതേ സമയത്ത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമനുസരിച്ച് മനുഷ്യന്മാരെ കൊന്നുകളയുന്ന സാഹചര്യങ്ങൾ, അവരെ കൊന്നുകളയാൻ നിയമമുണ്ട്. വളരെ വലിയ തെറ്റ്, അല്ലാഹു വെറുക്കാത്ത തെറ്റ്. എന്ന് മാത്രമല്ല, മറ്റുള്ള തെറ്റ് പോലെയല്ല, വേറെയുള്ള തെറ്റ് പടച്ചവൻ പുറത്തു കൊടുക്കാനുള്ള കാരണങ്ങളുണ്ടല്ലോ. കാരണം പടച്ചവനും അവനും തമ്മിലല്ലേ ശിർക്കല്ലാത്തതൊക്കെ പുറത്തു എന്ന് പറഞ്ഞില്ലേ അല്ലാഹു ഉദ്ദേശിച്ചാൽ. അതേസമയത്ത് സിഹർ അങ്ങനെയല്ല. സിഹർ കൊണ്ട് വേറൊരു മനുഷ്യനെ ശല്യം ചെയ്താൽ അവനത് പൊരുത്തപ്പെടാത്ത കാലത്തോളം ഇവന് രക്ഷപ്പെടാൻ കഴിയില്ല, ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതങ്ങനെ പൊരുത്തപ്പെടിക്കാൻ സിഹർ ചെയ്യാൻ പറയാൻ. അപ്പോൾ പിന്നെ ചെയ്തവൻ കുടുങ്ങിയത് തന്നെയാണ് ആഖിറത്തിൽ. വളരെ ഗൗരവമുള്ള തെറ്റാണ് സിഹർ.